ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബീട്രൂട്ട് സോപ്പാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കുറച്ചധികം സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഷോർട്സും ഉണ്ടായി, ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചല്ലോ. അപ്പം അതിൽ ബീട്രൂട്ട് സോപ്പ് ഭയങ്കര ക്യൂട്ടായിട്ട് ഇരിക്കണായിരുന്നു. അപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കണേ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കിയെന്നൊന്ന്. ഭയങ്കര ഗ്ലാസ് പോലെ ഇരിക്കണ്, അതുപോലെ അത് തന്നെയല്ല കറക്റ്റ് ബീട്രൂട്ടിൻ്റെ കളറൊക്കെ എങ്ങനെ കിട്ടിയെന്ന് കുറേ പേര് മെസ്സേജൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പം അന്ന് തുടങ്ങി ഞാൻ വിചാരിക്കണേണ് ഒരു ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പം ഇന്ന് ഞാൻ അത് ചെയ്യാം. അപ്പം ഇതിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അല്ല കേട്ടോ ചേർക്കണേ, ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാൻ ഇതിൽ ചേർക്കണത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്തും എനിക്ക് നിങ്ങളെ സോപ്പ് ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ടായി, പക്ഷേ എൻ്റെ കയ്യിൽ ബീട്രൂട്ടില്ല. അതുകൊണ്ട് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ്. ബീട്രൂട്ട് ജ്യൂസ് വെച്ച് ചെയ്താലും കറക്റ്റ് ആ ബീട്രൂട്ടിൻ്റെ കളർ എങ്ങനെ കിട്ടണേന്നുള്ളത് എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നെ ഒന്നുണ്ടായി. ഞാൻ ഒത്തിരി വീഡിയോസിൻ്റെ തമ്മിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബീട്രൂട്ട് സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് സോപ്പ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റ് ബീട്രൂട്ടിൻ്റെ കളറിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് എങ്ങനെയാണെന്നുള്ള ഞാൻ ഒരു വട്ടം ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അടുത്ത് തന്നെ ഞാൻ ചെയ്യാം, അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടണില്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് എന്തോരു സൗണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും നിങ്ങളുടെ ലൈക്കും ഒക്കെ തന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടും ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഒരു ലൈക്കിൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോ എങ്ങും എത്താണ്ട് പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അങ്ങോട്ട് കയറിപ്പോട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ്, ഒരു ലൈക്ക് മാത്രം കേട്ടോ. പറ്റണവരൊക്കെ കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റണവരൊക്കെ ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ നമുക്ക് ഈ സോപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോണെന്ന് പറയാൻ വന്നതാണ് കേട്ടോ. നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ 250 ഗ്രാം ബേസാണ് എടുത്തത്. അത്രയും വീഡിയോ എടുത്തത് അത് പോയി, ഫോണിലില്ല. അപ്പോൾ ഇത് ക്ഷമിക്കട്ടോ. ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കണ ബേസിലേക്ക് കുറച്ച് ബേസും കൂടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. 3-4 തരത്തിലുള്ള സോപ്പ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബേസ്, അതെ മറ്റേ 10 ഗ്രാമിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അപ്പം അതിൽ കുഞ്ഞു കുഞ്ഞു സോപ്പ് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടി ഇടട്ടെ കേട്ടോ അതിലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കൂലേ 225 ഗ്രാം പറഞ്ഞിട്ട് ഇത്രയും ബാക്കി വന്നെങ്ങനെയാന്ന് ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ കൂടി പറയണേ കേട്ടോ. നമ്മുടെ ബേസ് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒട്ടും ടൈമില്ല അല്ലേ, പെട്ടെന്ന് ചെയ്യണ്ടേ. അപ്പോൾ സ്മെല്ല് ഒരു 5 ml എടുക്കാം കേട്ടോ. ഒരു 6 ml എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റ് ഒരു 3 ഡ്രോപ്സ്. വെജ് ഗ്ലിസറിൻ. ഇതൊന്നും അളവ് പറയുന്നില്ല കേട്ടോ. എല്ലാത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പല വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയില്ല, എനിക്ക് ഇത്തിരി കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നത്. കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് നെഗറ്റീവ് കമൻറ്റുകൾ ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കണതുകൊണ്ടാണെന്ന് തോന്നണം അല്ലേ. ഇത് നമ്മുടെ ഇതാണ് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടത്. നമുക്കിത് ഒരു 3 ഡ്രോപ്സ്, ഒരു 3 ml മതി കേട്ടത്. നമുക്കിതിലേക്ക് എടുക്കാം. ഇത് പിങ്ക് കളറാണ് കേട്ടത്. മൂന്ന്
തുള്ളി പിങ്ക് കളർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കളറും നമുക്ക് കറക്റ്റ് അളവ്. ഇത് റെഡ് കളറാണ് കേട്ടോ. പിങ്കും റെഡും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കളർ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പലർക്കും കിട്ടുന്ന കളറ് പല കളറായിരിക്കും. പല കളറല്ലെന്നല്ല, ചിലർ ഈ റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടും. ചിലർക്ക് ഇതൊക്കെ അധികം ഡാർക്കല്ല, കുറച്ച് ലൈറ്റാണത്. ഞാൻ പിങ്ക് കളറ് 2 ഡ്രോപ്സും കൂടി ഒഴിച്ച്, അപ്പോൾ ടോട്ടൽ 5 ഡ്രോപ്സ് പിങ്ക് കളർ ഒഴിച്ച്, 3 ഡ്രോപ്സ് ഈ റെഡ് കളർ ഒഴിച്ച്, കുറച്ചുകൂടി ഒഴിച്ച്. ഇപ്പം രണ്ടും 5 ഡ്രോപ്സ് വീതം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, പിങ്കും റെഡും. പക്ഷേ ഇത് ചെറിയ ഡ്രോപ്പായിട്ടാണ് ഇത് വീഴണത്, പിങ്ക്. ആ ബോട്ടിൽ ചെറുതായതുകൊണ്ടേ. അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡൗവിൻ്റെ സ്മെല്ലാണ് അതിൽ ചേർത്തേക്കണം. ഇപ്പം കറക്റ്റ് ബീട്രൂട്ടിൻ്റെ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ജ്യൂസാണ് ചേർക്കണമെങ്കിലും ഈ കളർ തന്നെ നമുക്ക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിനി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഫിയാമയുടെ ഒരു മോൾഡാണ് കേട്ടോ. ഇത് 2 സോപ്പ് ഉണ്ടാക്കണുള്ളൂ ഞാൻ. റബ്ബിംഗ് ആൽക്കഹോൾ എടുത്തിട്ട് വരട്ടെ കേട്ടോ, മറന്നു എടുക്കാൻ. ഇത് നമ്മുടെ 10 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു സോപ്പ് മാത്രം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവർ ഒരു ദിവസം ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ അത് അങ്ങോട്ട് കളയും, പിന്നെ അത് ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറായത് കൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത് ബേസ് കുറച്ചധികം സമയമായിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റബ്ബിംഗ് ആൽക്കഹോള് അടിക്കുമ്പോൾ വൈകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്പ്രേ പോകാൻ പാടാ. കണ്ടില്ലേ, ഇതിലും മര്യാദ നല്ല രീതിയിൽ പോയിട്ടില്ല, അത് വൈകി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കളർ അവിടെ നമ്മുടെ സോപ്പ് അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. അത് എനിക്ക് കുറച്ചധികം പ്രോഡക്ട്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒത്തിരി നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് പോകാനും പിന്നെ ലാഫിങ് ലൈനൊക്കെ വരാതിരിക്കാനും, ഇങ്ങനെ ഒരു വര വരുമല്ലോ, അത് വരാതിരിക്കാനും, പിന്നെ സ്കിൻ എപ്പോഴും നല്ല എന്താ പറയുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് ചുളിവുകളൊന്നും പെട്ടെന്ന് വരില്ല നമ്മുടെ സ്കിന്നിൽ. അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരം അത് യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ല രീതിയിൽ ചേഞ്ച് വരും കേട്ടോ.
അത് ഷിയ ബട്ടർ, ബീ വാക്സ്, അതുപോലെ ആൽമണ്ട് ഓയിൽ, മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത് ഞാൻ ചെയ്യണേ കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഒന്ന് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അയച്ചുതരാം. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഒത്തിരി ഫേസ് പാക്ക്, ഫേസ് മസാജിങ് ഓയിൽ, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. സോപ്പുകളും അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എന്തിനാ എന്നോട് ഇത്ര ശത്രുത നിങ്ങൾക്ക്? എനിക്കറിയാവുന്നത് പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ തെറ്റുകൾ എന്തായാലും സംഭവിക്കും. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, ഒരു തെറ്റും പറ്റാതെ ഒക്കെ ഇരിക്കൂല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാൽ അതൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടാൽ പോരെ. എന്തിനാ എന്നോട് ഇത്ര ശത്രുത? നിങ്ങളൊരു കാര്യം വിചാരിക്കുക, ഞാനിത് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളോട് മാത്രമായിട്ട് പറയണേ കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകൾ കൂടുതലായ എൻ്റെ ചാനൽ ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എപ്പോഴും ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് കമൻറ്റുകൾ തന്നുകൊണ്ടിരിക്കുക, അതൊരു രസമായിട്ട് കാണണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഈ ചാനൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സോപ്പുകളെല്ലാം ഞാൻ കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടിരിക്കണല്ലേ. പിന്നെ കുഞ്ഞു കുഞ്ഞു സോപ്പുകളുണ്ടല്ലോ, മറ്റേ മിഠായി പോലെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും നല്ല ബേസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കണ സോപ്പിനും നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതുവരെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കണം കേട്ടോ. താങ്ക് യു.